السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. وهو العليم وأحاط علما بالذي في الكون من سر ومن إعلان، وبكل شيء علمه سبحانه، فهو المحيط وليس ذا نسيان. وكذاك يعلم ما يكون غدا وما قد كان والموجود في ذا الآن، وكذاك أمر لم يكن لو كان كيف يكون ذاك الأمر ذا إمكان. സ്നേഹമുള്ള സഹോദരങ്ങളെ, സഹോദരീ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അത്യുത്കൃഷ്ടമായ നാമങ്ങളുടെ അർത്ഥവും ആശയവും അതിലൂടെ വിശ്വാസിയുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കേണ്ടുന്ന ഈമാനിക ദൃഢതയും, ഈ വിഷയമാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിശിഷ്ടമായ നാമങ്ങളിൽ റസ്സാഖ്, അതുപോലെ തന്നെ റാസിഖ് എന്നതിനെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ തുടങ്ങിവെച്ചത്. അല്ലാഹു മാത്രമാണ് നമുക്ക് റിസ്ഖ് നൽകുന്നവൻ. അതുകൊണ്ട് തന്നെ അവനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. റിസ്ഖ് അല്ലാഹുവിങ്കൽ നിന്നാണ് ലഭിക്കുന്നത് എന്ന സത്യം സ്രഷ്ടാവ് അല്ലാഹുവാണ് എന്ന് അംഗീകരിക്കുന്നത് പോലെ, ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനും അല്ലാഹുവാണെന്ന് അംഗീകരിക്കുന്നത് പോലെ അറേബ്യൻ മുശ്രിക്കുകളും അംഗീകരിച്ചിരുന്ന യാഥാർത്ഥ്യമാണ് എന്നും, ആ അംഗീകാരത്തെ എടുത്തു കാണിച്ചുകൊണ്ട് തന്നെ പിന്നെ എന്തിനാണ് ഇതിനൊന്നും കഴിയാത്ത മറ്റാളുകളെ നിങ്ങൾ ആരാധിക്കുന്നത് എന്ന് അല്ലാഹു അവരോട് ചോദിച്ചത് സൂറത്തുർ റൂമിലെ 40-ാമത്തെ ആയത്തിൽ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിക്കുകയുണ്ടായി. അപ്പോൾ എല്ലാ നിലക്കും നമുക്ക് റിസ്ഖ് നൽകാൻ കഴിവുള്ളവൻ അല്ലാഹുവാണ്. റസ്സാഖ്, റാസിഖ് എന്നൊക്കെ അല്ലാഹുവിന്റെ നാമം നാം പറയുമ്പോൾ, യാ റസ്സാഖ് എന്ന അല്ലാഹുവിനെ നാം വിളിച്ചുകൊണ്ട് നമ്മുടെ കാര്യം പറയുമ്പോൾ നാം ദൃഢമായി വിശ്വസിക്കുന്നു, പടച്ചതമ്പുരാനെ അതിന്റെ കവാടം തുറന്നു തരാൻ കഴിയൂ.
അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് വിധിച്ചത് എന്തായാലും എനിക്ക് നഷ്ടപ്പെടില്ല എന്ന ദൃഢമായ ബോധം. റിസ്ഖിന്റെ കാര്യത്തിൽ ബേജാറാവേണ്ടതില്ല. മനുഷ്യൻ പ്രവർത്തിക്കണം. അധ്വാനവും പ്രവർത്തനവുമൊക്കെ മനുഷ്യന്റെ ഭാഗത്തു നിന്നുണ്ടാകണം. കാരണം അല്ലാഹു ഓരോരുത്തർക്കും കണക്കാക്കിയ റിസ്ഖ് വെറുതെ വീട്ടിലിരുന്നാൽ അങ്ങനെ വായയിലെത്തുകയില്ല, അവന്റെ സമ്പാദ്യത്തിൽ വന്നു ചേരുകയില്ല. അതുകൊണ്ട് ഓരോരുത്തരോടും അധ്വാനിക്കാനും പ്രവർത്തിക്കാനും ജോലി ചെയ്യാനുമൊക്കെ അല്ലാഹു ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇങ്ങനെ പ്രവർത്തിക്കുമ്പോഴും അധ്വാനിക്കുമ്പോഴുമൊന്നും ബേജാറ് വേണ്ട, വല്ലാത്തൊരു വെപ്രാളം വേണ്ടതില്ല. കാരണം അല്ലാഹുവിന്റെ തീരുമാനം തന്നെയാണ് നടക്കുക. കുറച്ച് റിസ്ക് കൂടിക്കിട്ടിയാൽ വല്ലാതെ സന്തോഷിക്കണ്ട, കുറഞ്ഞു പോയെങ്കിൽ വല്ലാതെ സങ്കടപ്പെടണ്ട. ഇതൊക്കെ അല്ലാഹുവിന്റെ തീരുമാനമാണ്. കാരണം അല്ലാഹു നമുക്ക് ഏതെങ്കിലും ഒരു റഹ്മത്ത് തുറന്നു തരാൻ ഉദ്ദേശിച്ചാൽ അത് പിടിച്ചു വെക്കാൻ ഒരാൾക്കും സാധ്യമല്ല. അവൻ വല്ലതും തരാൻ വിചാരിച്ചിട്ടില്ല, പിടിച്ചു വെച്ചുകയാണെങ്കിൽ, പിടിച്ചു വെച്ചിട്ടുള്ളതാണെങ്കിൽ അത് അയച്ചിട്ട് നമുക്ക് ഇങ്ങോട്ട് എത്തിച്ചു തരാനും ഒരാളുമില്ല. എന്നിങ്ങനെ സൂറത്ത് ഫാത്തിറിലെ 2-ാമത്തെ ആയത്തും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചതാണ്. ഈ ഒരു ആശയമാണ് നമ്മുടെ മനസ്സിൽ നിരന്തരം നാം നമസ്കാര ശേഷം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാനെന്തിനു സങ്കടപ്പെടണം, എന്തിനു പ്രയാസപ്പെടണം? ലോക മുസ്ലിമീങ്ങൾ മുഴുവൻ അവരുടെ നമസ്കാരത്തിന്റെ ശേഷം പറയേണ്ടതിലേക്ക് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു. നമസ്കാര ശേഷം പറയേണ്ടുന്ന ദിക്റുകളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ്, ദുആകളിൽപ്പെട്ടതാണ്. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത് വലാ മുഅ്തിയ ലിമാ മനഅത്. അല്ലാഹുവേ, നീ തടഞ്ഞു വെച്ച ഒന്ന്, അല്ലാഹുവേ ലാ മാനിയ ലിമാ അഅ്തൈത, നീ തരാൻ വിചാരിച്ചത് അല്ലെങ്കിൽ നീ നൽകിയ ഒന്ന് അല്ലെങ്കിൽ നീ നൽകാൻ വിചാരിച്ച ഒന്ന് തടയുന്ന ഒരാളും തന്നെയില്ല. വലാ മുഅ്തിയ ലിമാ മനഅത, നീ തടഞ്ഞു വെച്ചത് നൽകാനും ഒരാളുമില്ല. ഇത് അല്ലാഹുവിനോട് പറയുന്ന ഒരു വിശ്വാസിയുടെ മനസ്സിൽ സമാധാനമാണ്. പടച്ചതമ്പുരാനാണ് റാസിഖ് റസാഖ്. അവൻ എനിക്ക് തുറന്നു തരാൻ വിചാരിച്ചത് ഒരാളും പിടിച്ചു വെക്കില്ല. അവൻ തരേണ്ടെന്ന് വിചാരിച്ചത് ഒരാളാലും അത് നൽകാനും സാധ്യമല്ല. അതുകൊണ്ട് ഏതവസരത്തിലും അവന്റെ മനസ്സിൽ ആ ഒരു ബോധമുണ്ടായിരിക്കണം. അപ്പോൾ അവന് ബേജാറില്ല, വെപ്രാളമില്ല, കിട്ടിയതിനെപ്പറ്റി അമിതമായ സന്തോഷമില്ല, കിട്ടാതെ നഷ്ടപ്പെട്ടതിനെക്കുറിച്ചുള്ള അതീവ നിരാശയോ ദുഃഖമോ സങ്കടമോ അവനെ പിടികൂടുന്നില്ല. അത് ഈ വിശ്വാസം അവനിൽ ഉള്ളയിടത്തോളം കാലമാണ്. ഈ വിശ്വാസം പോയാലോ അപ്പോഴാണ് അവൻ ആത്മഹത്യ ചെയ്യുന്നതും പ്രയാസപ്പെടുന്നതും മനോരോഗത്തിലേക്ക് നയിക്കപ്പെടുന്നതുമൊക്കെ. അതുകൊണ്ട് അള്ളാഹുവിനെ കുറിച്ച് അറിയലാണ് നമ്മുടെ ബാധ്യത. അള്ളാഹുവിനെ അറിഞ്ഞ് അംഗീകരിച്ചു കഴിഞ്ഞാൽ ഏത് വിഷയത്തിലും നമുക്ക് സമാധാനമുണ്ടാകും. അങ്ങനെയാണ് അലാ ബിദിക്രില്ലാഹി, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഓർമ്മയൊന്നുകൊണ്ട് മാത്രമാണ് നിങ്ങൾ അറിയണേ തത്മഇന്നുൽ ഖുലൂബ്, ഹൃദയങ്ങൾക്ക് അടക്കം ഒതുക്കവും ശാന്തിയുമൊക്കെ ലഭിക്കുന്നത് എന്ന് അല്ലാഹു തആല പറയുന്നത്. അവ റിസ്ഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല കണക്കാക്കിയ രൂപത്തിൽ കിട്ടും. അത് കൊടുക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആരാണെന്ന് നോക്കിയിട്ടൊന്നുമല്ല കൊടുക്കുന്നത്. അത് വിശ്വാസിയായ ആളുകൾക്കും കിട്ടും, പക്ഷേ കാഫിറായി അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് നടക്കുന്ന ആളുകൾക്കും കിട്ടും. പടച്ചതമ്പുരാൻ അത്രമാത്രം കൊടുക്കാൻ അവന്റെ ഖജാനയിലുണ്ടോ? ഉണ്ട്. വിശ്വാസികൾക്ക് മാത്രം കൊടുക്കാൻ മാത്രമല്ല അവന്റെ കയ്യിലുള്ളത്, എല്ലാവർക്കും കൊടുക്കാൻ മാത്രം അവന്റെ കയ്യിലുണ്ട്. അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചതായി ഖുദ്സിയായ ഹദീസിലൂടെ പഠിപ്പിക്കുകയാണ്. അല്ലാഹ് പറയുന്നു, യാ ഇബാദി, എന്റെ അടിമകളെ, ലൗ അന്ന അവ്വലക്കും വ ആഖിറക്കും വ ഇൻസക്കും വ ജിന്നക്കും ഖാമൂ ഫീ സഈദിൻ വാഹിദ് ഫസഅലൂനി ഫഅഅതൈതു കുല്ല ഇൻസാനിൻ മസ്അലതഹു മാ നഖസ ദാലിക മിമ്മാ ഇൻദി ഇല്ലാ കമാ യൻഖുസുൽ മഖീതു ഇദാ ഉദ്ഖിലൽ ബഹ്റു. അല്ലാഹുവിന്റെ റിസ്ഖ് പടച്ചതമ്പുരാന്റെ അടുക്കൽ എത്രമാത്രമുണ്ട്. ലോകത്തുള്ള എല്ലാ ആളുകളും കൂടി അള്ളാഹിനോട് റിസ്ഖ് ആവശ്യപ്പെട്ടിട്ട് പടച്ചതമ്പുരാൻ എല്ലാവർക്കും കൂടാൻ കൊടുത്താൽ അത് തീരൂലേ, ഇത് സപ്ലൈ ചെയ്ത് അവസാനിച്ചു പോവില്ലേ എന്ന ഒരു ധാരണ വേണ്ടതില്ല.
അല്ലാഹു വിളിച്ചുകൊണ്ട് പറയുന്നു, എന്റെ അടിമകളെ, ലൗ അന്ന അവ്വലക്കും വആഖിറക്കും വഇൻസക്കും വജിന്നക്കും, നിങ്ങളിലെ ഒന്നാമത്തെ മനുഷ്യനും വആഖിറക്കും നിങ്ങളിലെ അവസാനത്തെ മനുഷ്യനും വഇൻസക്കും വജിന്നക്കും നിങ്ങളിലെ മുഴുവൻ മനുഷ്യരും അതുപോലെ തന്നെ ജിന്നുകളും ഖാമൂ ഫീ സഈദിൻ വാഹിദ്, അവരൊരു സ്ഥലത്ത് നിൽക്കുന്നു. എന്നിട്ട് ഫസഅലൂനി, അവരെല്ലാവരും കൂടെ എന്നോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് റിസ്ക് തരണം എന്ന് എന്നോട് ചോദിച്ചിട്ട് ഫഅഅതൈതു കുല്ല ഇൻസാനിൻ മസ്അലതഹു, എല്ലാവരുടെ ചോദ്യത്തിനും ഞാനങ്ങ് ഉത്തരം കൊടുത്ത് എല്ലാവരുടെ പ്രശ്നത്തിനും ഞാനങ്ങ് പരിഹാരം ചെയ്തു കൊടുത്താൽ തന്നെയും മാ നഖസ ദാലിക മിമ്മാ ഇൻദീ, എത്ര ഞാൻ എല്ലാവർക്കും അവരുടെ ആവശ്യം ഞാൻ നിവർത്തിച്ചു കൊടുത്താലും അതൊന്നും എന്റെ പക്കലുള്ള ഖജനാവിൽ നിന്ന് കുറഞ്ഞു പോവുകയില്ല. എന്റെ പക്കലുള്ള ഖജനാവിൽ അതൊന്നും കമ്മി വരുത്തുകയില്ല. എത്രത്തോളം അല്ലാതെ ഇല്ലാ കമാ യൻഖുസുൽ മഖീതു ഇദാ ഉദ്ഖിലൽ ബഹ്റു, ഒരു സൂചി സമുദ്രത്തിൽ മുക്കിയെടുത്താൽ എന്തായിമുണ്ടാവുക? എത്രയാ സമുദ്രത്തിൽ നിന്ന് കുറഞ്ഞു പോവുക? അത്രേ കുറയുള്ളൂ. ബാക്കി അത്രയും അവിടെയാണ്. ഒരു ബഹർ പോലെ വിശാലമാണ്, അറ്റമില്ലാത്ത കടൽ പോലെ വിശാലമാണ് പടച്ചതമ്പുരാന്റെ അടുക്കലുള്ളത്. തീരൂല, അത് കൊടുത്താൽ തീരൂല. ഇപ്പൊ ലോകത്ത് അവനും കുറെ ചോദിക്കുന്നുണ്ട്. ഇനിയിപ്പോ ഞാൻ ചോദിച്ചാൽ തരാൻ ഉണ്ടാവുകയെന്നാവോ? പേടിക്കേണ്ടതില്ല. ആർക്കൊക്കെ എത്രയൊക്കെ അള്ള കൊടുത്തോട്ടെ. എത്രയോ ആളുകൾ ദുആ ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ അവർക്കൊക്കെ കൂടെ കൊടുത്ത് ബാക്കി എനിക്കൊക്കെ തരാൻ ഉണ്ടാവോ? പേടിക്കേണ്ടതില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖജനാവ് വിശാലമാണ്. അപ്പൊ നമ്മൾ ഒരിക്കലും ധരിക്കേണ്ടതില്ല ഇത് റിസ്ക്കൊക്കെ ഇനിയിപ്പോ എനിക്കൊക്കെ കിട്ടുമോ ആവോ, അല്ലെങ്കിൽ എനിക്ക് കുറഞ്ഞു പോകുകയാണാവോ. നീ ധരിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങൾ അള്ളാഹുവിന്റെ തീരുമാനമാണ്. പക്ഷേ നാം ചെയ്യേണ്ടത് നാം ചെയ്തേ പറ്റൂ. ബേജാറോ എപ്രാളമോ ആവശ്യമില്ല. ഇനി പടച്ചവൻ വിശ്വാസിക്കും കൊടുക്കുന്നു, അവിശ്വാസിക്കും കൊടുക്കും. അള്ളാഹു ഇവിടെ ദുന്യാവിൽ റിസ്ക് കൊടുക്കുമ്പോ ഇത് നല്ല ആളാണോ ചീത്ത ആളാണോ എന്ന് നോക്കിയിട്ടൊന്നുമല്ല. ഇവിടെ അവൻ എല്ലാ ആളുകൾക്കും നൽകും. പടച്ചതമ്പുരാൻ പറയുക, അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, മാ അഹദുൻ അസ്ബറു അലാ അദൻ സമിഅഹു മിനല്ലാഹി യദ്ദഊന ലഹുൽ വലദ സുമ്മ യുആഫീഹിം വയർസുഖുഹും. അള്ളാഹുവിനെ പോലെ സബറുള്ള ഒരാളുമില്ല. മാ അഹദുൻ അസ്ബറു അലാ അദൻ സമിഅഹു മിനല്ലാഹി, തന്നെപ്പറ്റിയുള്ള തോന്യാസങ്ങൾ കേട്ടിട്ടും സഹിച്ചുകൊണ്ട് നടക്കുന്ന, സഹിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടുന്ന, അതിനെക്കുറിച്ച് പെട്ടെന്ന് തന്നെ പ്രതികാര നടപടിയെടുക്കാതെ സഹിക്കുന്ന ഒരു മഹാൻ അള്ളാഹുവിനെ പോലെ മറ്റാരുമില്ല എന്ന് റസൂലുള്ള പറയുന്നു. എന്താ കാരണം? യദ്ദഊന ലഹുൽ വലദ, അള്ളാഹ്ക്ക് ഏറ്റവും കോപമുള്ള സംഗതിയാണ് അള്ളാഹ്ക്ക് മക്കളുണ്ട് എന്ന് പറയല്. പടച്ചതമ്പുരാന് മക്കളില്ല, അവന് സാഹിബത്ത് ഇണയില്ല. അള്ളാഹ്ക്ക് മക്കളുണ്ട് എന്ന് പറയുന്നതിനെ പറ്റി അള്ളാഹു തആല പറയുന്നത് ആകാശഭൂമികളാകെ ഇടിഞ്ഞ് തകരാൻ മാത്രമുള്ള ഒരു വാക്കാണത് എന്നാണ്. അത്ര പടച്ചവന് വെറുപ്പുള്ള സംഗതി പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട് ഇവിടെ ആളുകൾ. എന്നിട്ടും സുമ്മ യുആഫീഹിം വയർസുഖുഹും, അപ്പറയുന്ന ചങ്ങാതിമാർക്കും പടച്ചവൻ ആഫിയത്തും ആരോഗ്യവും റിസ്ക്കും ഒക്കെ കൊടുക്കുന്നുണ്ട്. നമ്മളാണെങ്കിൽ ചെയ്യോ? നമുക്ക് വെറുപ്പുള്ളൊരു സംഗതി ഒരാൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുക നമ്മളെ പറ്റി, എന്നിട്ട് അവന്റെ കാര്യമൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുക. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഏറ്റവും വലിയ സബറുള്ളവനാണ്, വലിയ സഹനശക്തിയുള്ളവനാണ് എന്ന് അള്ളാഹുവിന്റെ റസൂൽ വിശദീകരിക്കുകയാണ്. അപ്പോ കാഫിറിനായാലും മുഅ്മിനിനായാലും ഒക്കെ ഈ ലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു കണക്കാക്കിയ റിസ്ക് നൽകും. അതിന് നൽകുന്ന റസ്സാഖ്, റാസിഖാണ് അവൻ. ഇനി ഏറ്റവ്യത്യാസം ധാരാളം കാണാൻ സാധിക്കും. ചിലർക്ക് അള്ളാഹു കുറേ കൊടുക്കും, ചിലർക്ക് ചിലപ്പോൾ കുറച്ച് കുറവ്, ചിലർക്ക് ഒരു മീഡിയം, ഒരു അളന്നു കൊടുക്കും, ചിലർക്ക് ധാരാളമായി നൽകും. നമ്മുടെ മനസ്സിന്റെ അവസ്ഥക്കനുസരിച്ച് കൊണ്ട് സുഹൃത്തുക്കളെ നമ്മൾ ഈ വിഷയവുമായി കണക്ട് ചെയ്ത് പഠിക്കണം. നമ്മൾ അള്ളാഹുവിനെ റസ്സാഖ്, റാസിഖ് എന്നൊക്കെ മനസ്സിലാകുമ്പോൾ നമ്മുടെ മനസ്സിന് സ്വസ്ഥതയും സമാധാനവും ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ നഷ്ടപ്പെടുന്നത് ഏത് വിഷയത്തിലാണെന്നറിയോ? ഈ റിസ്ഖിന്റെ കാര്യത്തിലാണ്. റിസ്ഖ്, മഈശത്ത്, നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന വിഭവങ്ങളുടെ കമ്മി, അത് കുറഞ്ഞു പോകുന്നതിലാണ് എല്ലാ ആളുകൾക്കും ടെൻഷൻ. എന്തേ അള്ളാഹു ഇങ്ങനെ ചെയ്യുന്നത്? എന്താ അയാൾക്ക് ഇത്ര കൂടുതൽ കൊടുത്ത്, എന്തേ ഇയാൾക്ക് ഇത്ര കുറവ്? എന്താണ് പടച്ചതമ്പുരാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? വേവലാതിപ്പെടേണ്ടതില്ല, ആവലാതിപ്പെടേണ്ടതില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലക്കറിയാം ആർക്കൊക്കെ എത്രയൊക്കെ നൽകലാണ് നല്ലത്,
ആർക്കൊക്കെ കൊടുത്താൽ നന്നാവും, ആർക്കൊക്കെ കൊടുക്കാതിരുന്നാലാണ് നല്ലത് എന്നൊക്കെ പടച്ചവനാണ് അറിയുന്നവൻ. അതാണ് അല്ലാഹു തആല പറയുന്നത്, വല്ലാഹു ഫദ്ദല ബഅദകും അലാ ബഅദിൻ ഫിർ റിസ്ഖി. അല്ലാഹു നിങ്ങളിൽ ചിലരെക്കാൾ റിസ്ഖിന്റെ കാര്യത്തിൽ ശ്രേഷ്ഠപ്പെടുത്തിയിട്ടുണ്ട്. അത് അവൻ അറിയാവുന്നതാണ്. ഇന്ന റബ്ബക യബ്സുത്തു റിസ്ഖ ലിമൻ യശാഉ വയഖ്ദിർ ഇന്നഹു കാന ബിഇബാദിഹി ഖബീറൻ ബസീറാ. ഇന്ന റബ്ബക നിശ്ചയമായും നിന്റെ റബ്ബ് യബ്സുത്തു റിസ്ഖ ലിമൻ യശാഉ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ റിസ്ഖ് അങ്ങ് വിശാലമായി കൊടുക്കും. വയഖ്ദിറു ചിലർക്ക് അവൻ അങ്ങ് അളന്നു കൊടുക്കും, ഒന്ന് കണക്കാക്കി കൊടുക്കും, ഒന്ന് കുടുസാക്കി കൊടുക്കും. ഇന്നഹു കാന ബിഇബാദിഹി ഖബീറൻ ബസീറാ. വെറുതെ എങ്ങനെയെങ്കിലും കൊടുക്കുന്നതും കൊടുക്കാതിരിക്കുന്നതുമല്ല. അല്ലാഹു അവനെപ്പറ്റി നിങ്ങൾ പഠിച്ചു വെച്ചോ, അവൻ തന്റെ അടിമകളെ സംബന്ധിച്ച് ഖബീറുമാണ് ബസീറുമാണ്, നന്നായിട്ട് അറിയാമെന്ന്. ഇതിന് പണ്ഡിതന്മാർ നൽകുന്ന വ്യാഖ്യാനം നോക്കൂ. മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഖബീറുൻ ബസീറുൻ ബിമൻ യസ്തഹിഖുൽ ഗിനാ വമൻ യസ്തഹിഖുൽ ഫഖറ. ആർക്കൊക്കെ സമ്പത്ത് നൽകുന്നതാണ് നല്ലത്, ആരെയൊക്കെ ഫഖീറാക്കുന്നതാണ് നല്ലത് എന്ന് പടച്ചോന് നന്നായിട്ട് അറിയാം. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് അള്ളാഹു ചിലരെ പണക്കാരാക്കുന്നതും ആക്കാത്തതും ഒക്കെ. വെറുതെ ഒരാൾ പണക്കാരായതും ഒരാൾ പണക്കാരനാവാതിരുന്നതും ഒരാൾ ബുദ്ധിമുട്ടുള്ളവനും ഒരാൾ പ്രയാസം കുറഞ്ഞവനും ഒക്കെ ആയതല്ല. അള്ളാഹുവിന് ഇതിന്റെ പിന്നിലൊക്കെ ചില യുക്തികളുണ്ട്. അതെന്താണ് എന്ന് അവന് മാത്രമേ അറിയൂ. ചില ആളുകൾ പണം കിട്ടിയില്ലെങ്കിൽ, പണക്കാരായില്ലെങ്കിൽ നശിച്ചു പോകുന്നവരുണ്ടാവും. ചില ആളുകൾ എന്തെങ്കിലും ദാരിദ്ര്യം അവർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ പഴച്ചു പോകുന്നവരുണ്ടാകും. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആലാക്കാണ് അറിയാം ഇത് ഇയാൾക്ക് കൊടുക്കുകയാണോ വേണ്ടത്, കൊടുക്കാതിരിക്കുകയാണോ വേണ്ടത്. ഇതൊക്കെ പടച്ച തമ്പുരാന്റെ തീരുമാനമാണ്. ഇനി അല്ലാഹ് ഇവിടെ എല്ലാവർക്കും കൂടി റിസ്ഖാൻ കൊടുത്തിരുന്നെങ്കിൽ എന്താ സംഭവിക്കുക? ഇവിടെ ഇപ്പൊ കുറച്ച് കിട്ടിയിട്ടെന്നെ എന്താ നമ്മുടെ ധിക്കാരം, എന്താ നമ്മുടെ ഒരു തെമ്മാടിത്തം? ആരാന്റെ കീഴിൽ ജോലി ചെയ്ത കാശും കൊണ്ട് നമ്മൾ നാട്ടിൽ പോയാൽ കാണിക്കുന്ന ഒരു തെമ്മാടിത്തവും ധിക്കാരവും എത്രയാണ്? എന്നിട്ട് നമ്മൾ പറയും ഇവിടുത്തെ അറബികളൊക്കെ ഭയങ്കര ധൂർത്തന്മാരാട്ടോ, ഭയങ്കര ധൂർത്തന്മാരാട്ടോ ഇവിടുത്തെ അറബികളൊക്കെ. എന്താ അവർ കാട്ടിക്കൂട്ടണത്, എന്താ അവർ ചെയ്യണത്? അവരുടെ സ്വന്തം പണം കൊണ്ടാണ് ചെയ്യുന്നത്. നമ്മൾ അവരുടെ കീഴിൽ ജോലി എടുത്തിട്ട് ആ കാശും കൊണ്ട് നാട്ടിൽ പോയി ചെയ്യുന്ന ധൂർത്തിന്റെ 1000-1 അവർ ചെയ്യുന്നില്ല. നമ്മളുടെ കയ്യിലും അവരുടെ കയ്യിലും ഉള്ളത് അപേക്ഷിച്ച് നോക്കിയാൽ ധൂർത്തും തെമ്മാടിത്തവും ധിക്കാരവും പൊങ്ങച്ചൊക്കെ നമ്മുടെ കയ്യിലാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചതമ്പുരാൻ പറയാണ്, വലൗ ബസതല്ലാഹു റിസ്ഖ ലിഇബാദിഹി ലബഗൗ ഫിൽ അർദി വലാകിൻ യുനസ്സിലു ബിഖദരിൻ മാ യശാഉ ഇന്നഹു ബിഇബാദിഹി ഖബീറുൻ ബസീർ. വലൗ ബസതല്ലാഹു റിസ്ഖ, അല്ലാഹു റിസ്ഖിനെ അങ്ങ് വിശാലമാക്കിയിരുന്നെങ്കിൽ ലിഇബാദിഹി അവന്റെ അടിമകൾക്ക് എന്താ ഉണ്ടാവുക? ലബഗൗ ഫിൽ അർളി, അവർ ഭൂമിയിൽ കടുത്ത ധിക്കാരം കാണിക്കും ഭൂമിയിൽ. അപ്പൊ അല്ലാഹ് എന്ത് ചെയ്യുന്നു? വലാകിൻ യുനസ്സിലു ബിഖദരിൻ മാ യശാഉ, അവൻ ഉദ്ദേശിക്കുന്ന ഒരളവിലാണ് അവൻ ഒക്കെ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. എത്ര ഇറക്കണം, എത്ര അവിടെ വെക്കണം എന്നൊക്കെ പടച്ച തമ്പുരാൻ അറിയാം. ഇന്നഹു ബിഇബാദിഹി, നിശ്ചയം അവൻ തന്റെ അടിമകളെക്കുറിച്ച് ഖബീറാണ് ബസീറാണ്, എല്ലാം സൂക്ഷ്മമായി അറിയുന്നവനാണ്. എല്ലാത്തിന്റെയും കാര്യങ്ങളുടെ ഖജാനകൾ അവന്റെ വക്കലാണ്. ആ ഖജനാവ് അവന്റെ വക്കലുണ്ട് എന്ന സ്ഥിതിക്ക് എല്ലാം കൂടി ഇങ്ങോട്ട് ഭൂമിയിലേക്ക് ഇറക്കാറില്ല. അതും അല്ലാഹു തആല സൂറത്തുൽ ഹിജ്റിലെ 21-ാമത്തെ ആയത്തിലൂടെ പഠിപ്പിക്കുന്നു. വഇൻ മിൻ ശൈഇൻ ഇല്ലാ ഇൻദനാ ഖസാഇനുഹു വമാ നുനസ്സിലുഹു ഇല്ലാ ബിഖദരിൻ മഅലൂം. വഇൻ മിൻ ശൈഇൻ, യാതൊരു വസ്തുവുമില്ല, ഇല്ലാ ഇൻദനാ ഖസായിനുഹു, ആ വസ്തുക്കളുടെയൊക്കെ ഖജനാവുകൾ നമ്മുടെ വക്കലില്ലാതെ. എല്ലാത്തിന്റെയും ഖജനാവ് അല്ലാഹുവിന്റെ വക്കലുണ്ട്. പിന്നെന്തേ ഇത്രയും ഉണ്ടായിട്ട് ഇവിടെ ഭൂമിയിൽ ഇത്ര കുറവ്? ചിലതൊക്കെ അതൊക്കെ അല്ലാഹുവിന്റെ തീരുമാനമാണ്. വമാ നുനസ്സിലുഹു, നാം അതിനെ ഇറക്കുന്നില്ല, ഇല്ലാ ബിഖദരിൻ മഅലൂം, അറിയപ്പെട്ട ചില അളവിലൂടെ അല്ലാതെ, അറിയപ്പെട്ട ചില തോതുകൾ കൊണ്ടല്ലാതെ നാം ഇറക്കുന്നില്ല. പടച്ചോന് അതിന്റെ കണക്കനുസരിച്ച് ഇങ്ങനെ ഭൂമിയിലേക്ക് കുറേശ്ശെ ഇറക്കും.
എല്ലാം അവന്റെ വക്കൽ വിശാലമാണ് താനും. ഈ നിലക്ക് വിശാലമായ റിസ്ക് നൽകാൻ മാത്രം കഴിവുള്ള, ശേഷിയുള്ള, അങ്ങനെ നൽകിക്കൊണ്ടിരിക്കുന്ന നാഥനാണ് റസ്സാഖ് അല്ലെങ്കിൽ റാസിഖ് എന്ന് പറയുന്നത്. അപ്പൊ ചില ആളുകൾക്ക് ഇത് കൂടുതൽ കിട്ടുമ്പോ മനുഷ്യന്മാര് വിചാരിക്കതാ റസ്സാഖായ അള്ളാഹു എന്നോട് വലിയ സ്നേഹത്തിലാ, അല്ലെങ്കിൽ കുറച്ച് കുറവ് കാണുമ്പോ അള്ളാഹു ആ റസ്സാഖാന്നൊക്കെ പറയുന്നല്ലാതെ നമ്മളെ തീരെ മൈൻഡ് ചെയ്യുന്നില്ല. അതൊന്നും ചിന്തിക്കാനേ പാടില്ല. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അങ്ങനെ ആലോചിക്കാനേ പാടില്ല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കയിലുണ്ടായിരുന്ന അറേബ്യൻ മുശ്രിക്കുകൾ, ആ അറേബ്യൻ മുശ്രിക്കുകളുടെ ചിന്താഗതി എടുത്തുകൊണ്ട് പറയുകയുണ്ടായി. പാവപ്പെട്ട ആളുകളെ നോക്കിയിട്ട് അവര് പരിഹസിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മജ്ലിസിൽ ഒന്നുകൊണ്ട് ദീന് പഠിച്ചിരുന്ന മഹാഭൂരിപക്ഷം വരുന്ന സാധുക്കൾ, ആ സാധുക്കളാണെങ്കിൽ ഒരു നേരത്തെ ആഹാരത്തിന് പോലും ഗതിയില്ലാതെ വളരെ പ്രയാസപ്പെട്ട വ്യക്തികളായിരുന്നു അവരിൽ പല ആളുകളും. അതേ അവസരത്തിൽ റസൂലുള്ളാഹിനോട് ധിക്കാരം കാണിച്ചുകൊണ്ട്, റസൂലുള്ളാഹിനോട് മാത്സര്യ ബുദ്ധിയോടുകൂടി പ്രവർത്തിച്ചിരുന്ന എത്രയോ തെമ്മാടികൾ. അവർ നാട്ടിലെ പ്രമാണി വർഗമായിരുന്നു, പണക്കാരായിരുന്നു. അങ്ങനെ അവരുടെ പണത്തിന്റെ ഹുങ്കും അവരുടേതായ ഈ ജീവിതത്തിലെ സൗകര്യങ്ങളൊക്കെ എടുത്ത് കാണിച്ചുകൊണ്ട് അവർ പറഞ്ഞിരുന്നു. എന്താ പറഞ്ഞിരുന്നത്? അല്ലാഹു പറയുന്നു, അത് വഖാലൂ നഹ്നു അക്സറു അംവാലൻ വഔലാദാ വമാ നഹ്നു ബിമുഅസ്സബീൻ. അവർ പറഞ്ഞു, നഹ്നു അക്സറു അംവാലൻ വഔലാദാ, ഞങ്ങൾ ധാരാളം സമ്പത്തും മക്കളൊക്കെ ഉള്ള ആളുകളാണ്. വമാ നഹ്നു ബിമുഅസ്സബീന, അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരിക്കലും ശിക്ഷിക്കപ്പെടുന്നവരല്ല. ഞങ്ങൾക്കൊരു ശിക്ഷ ഒന്നും ഉണ്ടാവില്ല. കാരണം ഞങ്ങൾക്ക് ഈ ലോകത്ത് വലിയ പവറാണ്, നല്ല സമ്പന്നന്മാരാ. സമ്പന്നന്മാർ ഇവിടെ എന്ത് ചെയ്താലും കുറ്റമൊന്നുമില്ലല്ലോ. എന്ത് രമ്മാടിത്തം ചെയ്താലും സമ്പന്നന്മാരുടെ തെറ്റേറ്റെടുക്കാനും ജയിലിൽ പോകാനും ഒക്കെ ആൾക്കാരുണ്ടാവും. അപ്പൊ ഈ സാധുക്കൾ വിചാരിച്ചു എന്ത്, ഈ ലോകത്ത് ഞങ്ങളുടെ പണത്തിന്റെയും പ്രതാപത്തിന്റെയും ഒക്കെ വലിപ്പത്തരം കൊണ്ട് ഇവിടെ ഞങ്ങൾ എന്ത് നിലക്കും ശിക്ഷിക്കപ്പെടുന്നവരല്ല. ഇനി ആഖിറത്തിലും ഞങ്ങളെ സ്ഥിതി അതന്നെയെന്ന് അവർ വിചാരിച്ച്. ഞങ്ങൾ ശിക്ഷിക്കപ്പെടുന്നവരല്ല. അല്ലാഹു അതിന് മറുപടി കൊടുത്തു, ഖുൽ ഇന്ന റബ്ബി യബ്സുത്തുർ റിസ്ഖ ലിമൻ യശാഉ വയഖ്ദിർ വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ. നബിയെ പറഞ്ഞേക്കൂ, എന്റെ റബ്ബാണ് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് റിസ്ഖിനെ വിശാലമാക്കുന്നതും കുടുസാക്കുന്നതും. പക്ഷേ ജനങ്ങൾ അധികവും ഇക്കാര്യം അറിയാതെ പോകുന്നു. നിങ്ങളെ പരിഗണിച്ചത് കൊണ്ടോ, നിങ്ങൾ അല്ലാഹുവിന് വലിയ ഹബീബുകളായതുകൊണ്ടോ അല്ല നിങ്ങൾക്കത് നൽകിയത്. പടച്ച തമ്പുരാൻ അതിന്റെ പിന്നിൽ ചില ലക്ഷ്യങ്ങളുണ്ട്. വമാ അംവാലുക്കും വലാ ഔലാദുക്കും ബില്ലതീ തുഖർരിബുക്കും ഇൻദനാ സുൽഫാ ഇല്ലാ മൻ ആമന വഅമില സ്വാലിഹാ. വമാ അംവാലുക്കും, എടോ നിങ്ങളുടെ മുതലല്ല, വലാ ഔലാദുക്കും നിങ്ങളുടെ മക്കളുമല്ല, ബില്ലത്തി തുഖർരിബുക്കും ഇൻദനാ സുൽഫാ നിങ്ങൾക്ക് നമ്മുടെ അടുക്കലേക്ക് നിങ്ങളെ അടുപ്പിക്കുന്ന സംഗതികളാണ്. നിങ്ങൾ വലിയ പണക്കാരായി ആഖിറത്തിൽ വന്നാൽ, നല്ല നല്ല മക്കളുടെ ബാപ്പമാരായിട്ട് ആഖിറത്തിൽ വന്നാൽ നിങ്ങൾക്ക് അവിടെ സീറ്റ് കിട്ടുമെന്നല്ലേ നിങ്ങൾ ധരിച്ചു പോയത്. അതൊന്നും എന്റെ അടുക്കലേക്ക് നിങ്ങളെ അടുപ്പിക്കുന്ന സംഗതിയല്ല. ഇല്ലാ മൻ ആമന വഅമില സ്വാലിഹാ, ഈമാനും സൽക്കർമ്മവും പ്രവർത്തിക്കുന്ന മുഅ്മിനീങ്ങൾക്കൊഴികെ. അവരുടെ സമ്പത്ത് കൊണ്ട് നാളെ അവർക്ക് ആഖിറത്തിൽ കാര്യം കിട്ടും. അവരുടെ നല്ലവരായ മക്കളെ കൊണ്ട് അവർക്ക് ആഖിറത്തിൽ ഉപകാരം കിട്ടും. ഹേ തെമ്മാടികളെ, നിങ്ങൾക്ക് എത്ര മക്കളുണ്ടെങ്കിലും നിങ്ങൾക്ക് എത്ര സമ്പത്തുണ്ടെങ്കിലും ആഖിറത്തിൽ നിങ്ങൾക്കതുകൊണ്ടൊന്നും ഉപകാരം കിട്ടാൻ പോകുന്നില്ല. മറിച്ച് ഈമാനോടുകൂടി ജീവിച്ചോ, തഖ്വയോടുകൂടി നീ ജീവിച്ചിട്ടുണ്ടോ എങ്കിൽ അത് മാത്രമാണ് നിനക്ക് പരലോകത്തുള്ളത്. അത്തരത്തിൽ നീ ജീവിച്ചിട്ടുണ്ടെങ്കിൽ ഫഉലൈക ലഹും ജസാഉൽ ദുഇഫി ബിമാ അമിലൂ, അവർ പ്രവർത്തിച്ചിട്ടുള്ള പ്രവർത്തനത്തിന് ഇരട്ടിക്കിരട്ടിയായിക്കൊണ്ട് അല്ലാഹു അവർക്ക് പ്രതിഫലം നൽകുന്നതാണ്. വഹും ഫിൽ ഗുർഫാതി ആമിനൂൻ, അവർ പരലോകത്ത് സ്വർഗീയമായിരിക്കുന്ന മണിമാളികകളിൽ നിർഭയരായിക്കൊണ്ട് ജീവിക്കുന്നവരാകുന്നു. ഇത് നമ്മുടെ മനസ്സിലേക്കും നമ്മൾ എപ്പോഴും ഇങ്ങനെ കൊണ്ടു നടക്കേണ്ട ഒരു വാചകമാണ്. എന്താ ഈ ആയത്തിലൂടെ അള്ളാഹു അവരെ പഠിപ്പിച്ചത്? പണവും സൗകര്യമൊക്കെ തോന്നുമ്പോൾ നമുക്കങ്ങനെ തോന്നുകയാണ്, ഞാൻ ഇപ്പൊ വലിയ ഞാമത്തിലാണ്, ഇനിയിപ്പോ പടച്ചോനെ വല്ലാതെ പ്രീതിപ്പെടുത്തിക്കൊള്ളണമെന്നൊന്നുമില്ല, ഞാൻ കൃത്യമായിട്ട് പള്ളിയിൽ പോണില്ലെങ്കിലും എനിക്കെന്താ കുറവ്, ഞാൻ സക്കാത്ത് കൊടുക്കുന്നില്ലെങ്കിലും എന്റെ സമ്പത്തിൽ എന്താ കുറവ്. മാത്രല്ല, ഇതൊക്കെ ചിന്തിച്ചുകൊണ്ട് നടക്കുന്ന ആളുകൾക്ക് നല്ല നല്ല മക്കളുണ്ടോ? എനിക്ക് നല്ല ആരോഗ്യമുള്ള മക്കളല്ലേ,
എന്താ എന്റെ പേര്, എന്താ എന്റെ പ്രശസ്തി, എത്രയാ എന്റെ ബാലൻസ്, എത്രയാ എന്റെ പണം. ഈ നിലക്ക് ഇങ്ങനെ അഹങ്കരിക്കുകയാണ് മനുഷ്യൻ. അള്ളാഹു പറയുന്നു, വേണ്ടടോ, ഇതുകൊണ്ട് നിനക്ക് ആഖിറത്തിൽ ഒന്നും കിട്ടാനില്ല. നീ ഈമാനോടുകൂടി ജീവിക്ക്, തഖ്വയോടുകൂടി ജീവിക്ക്, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്ക്. എങ്കിൽ അവർക്ക് നാളെ പരലോകത്തെ സമ്പത്ത് കൊണ്ടും സന്താനങ്ങളെ കൊണ്ടൊക്കെ ഉപകാരമുണ്ട്. അപ്പൊ നീ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നിന്റെ വിശ്വാസം ശരിയാണോ, നിന്റെ കർമ്മങ്ങൾ ശരിയാണോ. എങ്കിലേ നിനക്ക് ദുനിയാവിൽ കിട്ടിയ മുതൽ ആഖിറത്തിൽ ഉപകരിക്കുന്നു. എങ്കിലേ നിനക്ക് ദുനിയാവിൽ ലഭിക്കപ്പെട്ട മക്കളിലൂടെ നിനക്ക് ആഖിറത്തിൽ ഉപകാരം ലഭിക്കുകയുള്ളൂ. അല്ലാത്തവർക്ക് അതുകൊണ്ട് ഒരു പ്രയോജനമില്ല. ഇത് അല്ലാഹു അവരെ പഠിപ്പിക്കണം. പടച്ചതമ്പുരാൻ അവരോട് ചോദിക്കാണ്, ധാരാളം പണവും സൗകര്യമൊക്കെ കിട്ടുമ്പോ മനുഷ്യൻ ഇങ്ങനെ വിചാരിക്കണത്, വലിയ കാര്യത്തിലാണ് ഇപ്പൊ ഞാൻ. അങ്ങനെ ഉണ്ടല്ലോ ആളുകൾ, കണ്ടിട്ടില്ലേ? മഹാഭൂരിപക്ഷം വരുന്ന ആളുകളുടെ ചിന്താഗതി അങ്ങനെ. എന്താ ഇപ്പൊ ദീനനുസരിച്ച് ജീവിച്ചോളണമെന്ന്? എന്തെങ്കിലും വല്ല കുറവുണ്ടോ നമുക്ക്? വളരെ സൂക്ഷ്മതയും തഖ്വയൊക്കെ കാണിക്കുന്നവർ ഇവിടെ കഷ്ടപ്പെടുകയാണ്. അവർ വല്ലാതെ കഷ്ടപ്പെടുന്നു. നമ്മൾ അത്രയ്ക്കൊന്നുമില്ല, നമ്മൾ ആ തീവ്രതയൊന്നുമില്ല, നമ്മൾ കണിശതയൊന്നുമില്ല. അത്യാവശ്യമൊക്കെ ഇങ്ങനെ എപ്പോഴെങ്കിലുമൊക്കെ നിസ്കരിക്കും, അല്ലെങ്കിൽ വെള്ളിയാഴ്ച ഒന്ന് പള്ളിയിൽ പോവും, അല്ലെങ്കിൽ കുറച്ചൊക്കെ ഒന്ന് ഇങ്ങനെയാ, കുറച്ചൊക്കെ ഒരു ദീനി അത്രേ വേണ്ടു. അപ്പുറം ആ വലിയ ഒരു ദീനി സ്പിരിറ്റും കൊണ്ട് നടക്കുന്നവരൊക്കെ ഇവിടെ കഷ്ടത്തിലാണ്. എത്ര ആളുകൾ പറയുന്നത് കേൾക്കാറുണ്ട്. എത്ര ബാപ്പമാര് മക്കളോട് ഉപദേശം കൊടുക്കാറുണ്ട്. എന്ത് ആ വലിയ ആവേശമൊന്നും കാണിക്കണ്ട. ചില കുട്ടികൾ പാന്റ് നിര്യാണിക്കും ഇതങ്ങനെ കൃത്യമായിട്ട് കയറ്റി കൊടുക്കുമ്പോൾ ചില ബാപ്പാരും തള്ളാരും പറയുന്നത് അങ്ങനെയൊന്നും വേണ്ട, അങ്ങനെയൊന്നും വേണ്ട. വല്ലാതാണ്ടതൊന്നും കാണിക്കണ്ട. അത്യാവശ്യമൊക്കെ ദീനൊക്കെ വേണം, പക്ഷെ ആ വലിയ സ്പിരിറ്റ് വേണ്ട. എന്ത് വലിയ സ്പിരിറ്റിൽ ജീവിക്കുന്നവരൊക്കെ ഇവിടെ കഷ്ടപ്പെടുന്നത് കാണുന്നില്ല മോനെ. അപ്പൊ അതൊന്നും വേണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മനസ്സിന് സമാധാനം പകരുന്ന ഏറ്റവും വലിയ ഒരു ചോദ്യം ഈ ധിക്കാരികൾ ഈ ആശ്വസിച്ചപ്പോൾ അവർക്ക് മറുപടി കൊടുക്കുന്നതിലൂടെ അല്ലാഹു പഠിപ്പിക്കുന്നുണ്ട്. ഇവരിങ്ങനെയൊക്കെ ചോദിച്ചപ്പോൾ അല്ലാഹു തആല പറയുന്നു, അയഹ്സബൂന അന്നമാ നുമിദ്ദുഹും ബിഹി മിൻ മാലിൻ വ ബനീൻ നുസാരിഉ ലഹും ഫിൽ ഖൈറാത്തി ബൽ ലാ യശ്ഉറൂൻ. അയഹ്സബൂന, ഇവർ വിചാരിച്ചു പോയോ, അന്നമാ നുമിദ്ദുഹും ബിഹി മിൻ മാലിൻ വ ബനീന, അവർക്ക് നാം സമ്പത്തും സന്താനങ്ങളുമൊക്കെ ധാരാളമായിട്ട് അങ്ങ് കൊടുത്തപ്പോ, ധാരാളമായിട്ട് ഈ ദുനിയാവിൽ ഒരു പ്രയാസവുമില്ലാതെ, കാശിന് പ്രയാസമില്ല, ജീവിതത്തിന്റെ സൗകര്യങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല, അങ്ങനെയെല്ലാം അവരാഗ്രഹിക്കുന്നതൊക്കെ തൊട്ടതൊക്കെ പൊന്നായി, തുടങ്ങി വെച്ചതൊക്കെ ഹൈറായി, എല്ലാം അവർ വിചാരിക്കും പോലെ ഇങ്ങനെ കയ്യിൽ വരുമ്പോ ഈ സാധുക്കൾ വിചാരിച്ചു പോയോ, അന്നമാനുമിദ്ദുഹും ബിഹി മിൻ മാലിൻ വ ബനീന നുസാരിഉ ലഹും ഫിൽ ഖൈറാത്ത്, അവർക്ക് നാം ഖൈറാത്ത് ഇങ്ങനെ വർദ്ധിപ്പിച്ചു കൊടുക്കുകയാണ്, അവരോട് മഹബ്ബത്ത് കൊണ്ടാണെന്ന് അവർ വിചാരിച്ചു പോയോ. ബൽ ലാ യശ്ഉറൂൻ, പക്ഷേ അവറ്റക്ക് തീരെ ബോധമില്ലാത്തത് കൊണ്ടാ അങ്ങനെ ചിന്തിക്കുന്നത്. ഇതിലൊന്നും കാര്യമില്ല, അതങ്ങനെ പരിഗണിച്ചുകൊണ്ടൊന്നല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അത് പരിശുദ്ധ ഖുർആനിൽ മറ്റൊരു സ്ഥലത്തും അല്ലാഹു പറയുന്നുണ്ട്. എന്ത്? മനുഷ്യനുണ്ട് ധാരാളം ഇങ്ങനെ കിട്ടുമ്പോൾ തന്നെ അല്ലാഹു പരിഗണിച്ചതാന്നൊരു തോന്നല്, കിട്ടിയിട്ടില്ലെങ്കിൽ തന്നെ അവഗണിച്ചതാന്നൊരു നിരാശന്റെ. അത് വേണ്ട, നമ്മൾ സാധാരണ കേൾക്കാറുള്ള ഒരായത്താണ്, ഫഅമ്മൽ ഇൻസാനു ഇദാ മബ്തലാഹു റബ്ബുഹു ഫഅക്റമഹു വനഅമഹു ഫയഖൂലു റബ്ബി അക്രമൻ വഅമ്മാ ഇദാ മബ്തലാഹു ഫഖദറ അലൈഹി റിസ്ഖഹു ഫയഖൂലു റബ്ബി അഹാനൻ. മനുഷ്യനൊരു സ്വഭാവമുണ്ട്, അവനെ അവന്റെ റബ്ബൊന്ന് പരീക്ഷിക്കാൻ വിചാരിച്ചാൽ, കണ്ടോ തുടങ്ങണ തന്നെ അല്ലാഹു അങ്ങനെയാണ്, പരീക്ഷണാണ്. എന്താ പരീക്ഷണം? ഫഅക്റമഹു, എന്നിട്ട് അവനെ ഒന്ന് ആദരിച്ചു, വനഅമഹു, എന്നിട്ട് അവന് കുറച്ച് നിഅമത്ത് ധാരാളം കൊടുത്തു നോക്കി, ഫയഖൂലു, അപ്പോൾ ഈ മനുഷ്യൻ വിചാരിക്കുന്നു റബ്ബി അക്രമൻ, റബ്ബ് പന്നെ നല്ല ഇക്റാമാക്കുന്നുണ്ട്, പക്ഷെ പന്നെ വലിയ താല്പര്യ, എന്താ അള്ളാഹുവിനോടുള്ളൊരു മഹബത്ത് എന്നവൻ വിചാരിക്കും. അതേ അവസരം തന്നെ വഅമ്മാ ഇദാ മബ്തലാഹു, ഇനി അല്ലാഹു അവനെ പരീക്ഷിക്കുന്നു, ഫഖദറ അലൈഹി റിസ്ഖഹു, അടുത്ത പരീക്ഷണം എങ്ങനെയാണെന്നോ, റിസ്ഖെന്നുള്ള കണക്കാക്കി കൊടുക്കുന്നു, വല്ലാതെ കൊടുത്തില്ല, ഒന്ന് അളന്ന് കുടുസാക്കിയിട്ടാണ് കൊടുക്കുന്നതെങ്കിലോ, ഫയഖൂലു, അപ്പോൾ ഈ മനുഷ്യൻ പറയുന്നത് റബ്ബി, എന്റെ റബ്ബ് അഹാനനി, എന്നെ അവൻ നിന്ദിച്ചു കളഞ്ഞല്ലോ. കൊടുത്താ പറയും വലിയ സന്തോഷത്തില, അല്ലെങ്കിൽ പറയും എന്നെ നിന്ദിച്ചു. ഈ അള്ളാഹു അവഗണിക്കുന്നതിന്റെയും പരിഗണിക്കുന്നതിന്റെയും മാനദണ്ഡം പണം കിട്ടലും കിട്ടാതിരിക്കലും അല്ല.
അത് കിട്ടും കിട്ടാതിരിക്കും. അത് പടച്ചോൻ ആദരിച്ചതിന്റെയോ അനാദരിച്ചതിന്റെയോ അവഗണിച്ചതിന്റെയോ പരിഗണിച്ചതിന്റെയോ ഇഷ്ടപ്പെട്ടതിന്റെയോ ഇഷ്ടപ്പെടാത്തതിന്റെയോ ഒന്നും മാനദണ്ഡമായി കാണരുത്. അപ്പൊ റസാഖായ അള്ളാഹു ഇങ്ങനെ കൊടുക്കുന്നത് പരീക്ഷണാണ്. അവൻ റസാഖ് അവന്റെ റിസ്ക്കിൽ നിന്നിങ്ങനെ വിതരണം ചെയ്യുമ്പോൾ ഒക്കെ സ്നേഹിച്ചു കൊടുക്കുന്നതാണ്, തെറ്റിദ്ധരിക്കരുത്. എല്ലാ നിലക്കും ഉണ്ടാകും, പരീക്ഷണം ഏറെ ഉണ്ടാകും. അപ്പൊ ഇതൊക്കെ കിട്ടുമ്പോ മനുഷ്യൻ റിസ്ക് ഇങ്ങനെ റസാഖിൽ നിന്ന് കിട്ടുമ്പോ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ധാരണ എന്താണ്? ഇതിന്റെ റബ്ബ് എവിടെയോ എന്നെ വെച്ച് കൊടുക്കാനുള്ളൊരു പരീക്ഷണമായിരിക്കും. അതുകൊണ്ട് ഞാൻ വല്ലാതെ അഹങ്കരിക്കണ്ട, ഞാൻ അള്ളാഹുവിന് ശുക്ർ ചെയ്ത് ജീവിക്കണം. സീറോ ലെവലിൽ നിന്ന് ഞാനിപ്പോ ഗൾഫിൽ വന്ന് പ്രവാസ ജീവിതത്തിലെത്തിയിട്ട് ഒരുപാട് റിസ്ക്കിന്റെ ഉടമയായി അല്ലേ? ഇതെവിടുന്ന് വന്നു, എങ്ങനെ വന്നു, എന്റെ നാഥൻ എന്നെ പരീക്ഷിക്കാനായിരിക്കില്ലേ? അങ്ങോട്ടാണ് ചിന്തിക്കേണ്ടത്. ആ ഒരു വിശ്വാസദാർഢ്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് റസാഖ്, അവൻ റാസിഖാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനോമുകുരങ്ങളിൽ എപ്പോഴും തെളിയേണ്ടത്. അതാണ് നമ്മുടെ മനസ്സിൽ കിബിറില്ലാതിരിക്കാൻ, പടച്ചതമ്പുരാൻ തന്നിട്ടുള്ള റിസ്ക്കിൽ അഹങ്കരിക്കാതിരിക്കാൻ, അവനോട് ശുക്റുള്ളവരായി തീരാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗം സുഹൃത്തുക്കളെ. ഇനി ദുനിയാവിൽ എത്ര കിട്ടിയാലും, ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ, ആഖിറത്തെ അപേക്ഷിച്ചുകൊണ്ട് ഈ ദുനിയാവ് എത്രയോ തുച്ഛമാണെന്ന് റസൂലുള്ളാഹി പറയുന്നത്. ആഖിറത്തിൽ ഒരുക്കി വെച്ചിട്ടുള്ള, വിശ്വാസികൾക്ക് ഒരുക്കി വെച്ചിട്ടുള്ള വിഭവങ്ങൾ, അള്ളാഹു നൽകുന്ന റിസ്ക് ഈ ലോകത്ത് മാത്രമല്ല ആഖിറത്തിൽ നൽകുന്ന റിസ്കിനെ അപേക്ഷിച്ച് ഈ ലോകത്ത് ഏറ്റവും വലിയ റിസ്ക് കിട്ടിയ മനുഷ്യന്റെ പോലും അവസ്ഥ എന്താണ്? റസൂലുള്ളാഹി വിശദീകരിക്കുന്നു. സഹീഹ് മുസ്ലിമിൽ കാണാം, വമദ്ദുന്യാ ഫിൽ ആഖിറ വമദ്ദുന്യാ ഫിൽ ആഖിറ ഇല്ലാ മിത്ലമാ യജ്അലു അഹദുക്കും ഇസ്ബഅഹു ഫിൽ യമ്മി ഫൽയൻദുർ ബിമാ യർജിഉ. ദുന്യാവ് ആഖിറത്തെ അപേക്ഷിച്ചുകൊണ്ട് ദുന്യാവിൽ ഒരാൾക്ക് എല്ലാം കിട്ടിയാൽ തന്നെയും എത്രയുള്ളൂ എന്നാ പറയുന്നത്? നിങ്ങളിൽ ഒരാൾ തന്റെ വിരല് സമുദ്രത്തിൽ മുക്കിയിട്ട് ആ വിരലുമ്പിലേക്ക് നോക്കൂ, എത്രയാ അതിൽ സമുദ്രത്തിൽ നിന്ന് പറ്റിയത്? നേരത്തെ പറഞ്ഞ ഉദാഹരണം പോലെ അത്രയും വിശാലമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റിസ്ക്കിൽ നിന്ന് ദുനിയാവിൽ ഒരാൾ ആശിച്ചത് മുഴുവൻ കിട്ടിയാൽ പോലും അത്രയുള്ളൂ. അപ്പൊ എത്രയാണ് ആഖിറത്തിൽ വിശ്വാസികൾക്ക് വേണ്ടി അല്ലാഹു ഒരുക്കി വെച്ചിട്ടുള്ളത്? അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ലഭിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല റിസ്ക് നൽകുക എന്ന് പറഞ്ഞാൽ എല്ലാ നിലക്കുള്ള കാര്യങ്ങളും അതിൽ പെട്ടുകഴിഞ്ഞു. മനുഷ്യന് ഭക്ഷണം നൽകുക എന്ന് മാത്രമല്ല, സമാധാനം നൽകുക, സന്തോഷം നൽകുക, മാനസികമായിട്ട് എപ്പോഴും ഒരു സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും അവസ്ഥ നൽകുക, ഇതൊക്കെ അവൻ നൽകുന്ന റിസ്കുകൾ തന്നെയാണ്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, മനുഷ്യന് റിസ്ക് തഖ്വ ഉണ്ടെങ്കിൽ അല്ലാഹു തആല റിസ്ക് അവൻ അറിയാതെ മാർഗത്തിലൂടെ കൊടുക്കുന്നതാണ്. ومن يتق الله يجعل له مخرجا ويرزقه من حيث لا يحتسب. ആര് അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്നുവോ, യജ്അൽ ലഹു മഖ്റജാ, അല്ലാഹു അവന്റെ കാര്യങ്ങളിലൊക്കെ ഒരു തുറസ് നൽകും. വയർസുഖുഹു, അവൻ അല്ലാഹു റിസ്ഖും നൽകുന്നതാണ്. മിൻ ഹൈസു ലാ യഹ്തസിബു, വിചാരിക്കാത്ത റൂട്ടിലൂടെ അല്ലാഹു അവന് റിസ്ഖ് നൽകും. ഇത് നമ്മൾ ചിന്തിക്കണം. പടച്ചോൻ റസാഖാന്ന് വിശ്വസിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വശമാണ് ഇത്. നമ്മൾ പലപ്പോഴും ഹറാമ് ചെയ്യുന്നത് എന്തിനാ? ഒരു ഹറാമായ കാര്യം ചെയ്യുന്നത് എന്തിനാ? ഇപ്പൊ ബാങ്കിൽ പലിശയുണ്ട്, അല്ലെങ്കിൽ പലിശക്ക് ഒരാൾ പലിശ വാങ്ങുന്നു. എന്തിനാ പലിശ വാങ്ങുന്നത്? അത് വാങ്ങിയില്ലെങ്കിൽ അയാളെ റിസ്ക്കിൽ കുറഞ്ഞു പോകുമോ അയാൾ പേടിക്കുന്നു. അപ്പൊ ഒരാൾ ആ വിഷയത്തിൽ സൂക്ഷ്മത പാലിച്ചുകൊണ്ട് അയാൾ എന്ത് ചെയ്യുന്നില്ല, അയാൾ ആ പലിശ മുതൽ അയാൾ ഉപയോഗിക്കുന്നില്ല, അല്ലെങ്കിൽ അയാൾ പലിശക്ക് പണം കൊടുക്കുന്നില്ല. ആ അവസരത്തിൽ അയാളുടെ ഇബ്ലീസ് അയാളെ മനസ്സ് തോന്നിപ്പിക്കണം, അയ്യേ എത്ര പണാപ്പ നിന്റെ അക്കൗണ്ടിൽ നിന്നാണ് പോയത് വേറൊരാളടുത്തേക്ക്, നിന്റെ മുതലല്ലേ. ആ അവസരത്തിൽ അവൻ സൂക്ഷ്മത പാലിച്ചുകൊണ്ട് ഹറാമിൽ നിന്ന് വിട്ടുനിൽക്കുമ്പോൾ അവൻ എത്രയാണോ അവൻ അല്ലാഹുവിന്റെ ആ രക്ഷയെ ആശിച്ചുകൊണ്ട് അവന്റെ ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ട് ഒഴിവാക്കിയതെങ്കിൽ അതിന്റെ എത്രയോ ഇരട്ടിക്കിരട്ടി അല്ലാഹു അവന് പകരം വേറെ കൊടുക്കും. അതാ പറഞ്ഞത്, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജാ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, വിചാരിക്കാത്ത വഴിയിലൂടെ വേറെ കിട്ടും. അല്ലേ? കല്യാണം കഴിക്കണ നേരത്ത് പറയുന്നു, ബാപ്പ നിർബന്ധിക്കുന്നു, ബന്ധുക്കളൊക്കെ നിർബന്ധിക്കുന്നു, സ്ത്രീധനം വാങ്ങണം.
പടച്ചോനെ പേടിയുള്ള ചെറുപ്പക്കാരൻ തീരുമാനിക്കുന്നു, ഞാൻ വാങ്ങില്ല. അയൽക്കാരും കൂട്ടുകാരും നാട്ടുകാരും വന്ന് പ്രലോഭിപ്പിക്കുന്നു, വാങ്ങിയില്ലെങ്കിൽ നിന്റെ ശിഷ്ട ജീവിതം പ്രയാസത്തിലായിരിക്കും, നീ എങ്ങനെ നിന്റെ ഭാര്യയ്ക്ക് വസ്ത്രമെടുക്കും, അവളെ പോറ്റും, അതുകൊണ്ട് പ്രയാസപ്പെടാതിരിക്കാൻ ഇപ്പോൾ വാങ്ങിക്കോളൂ എന്ന പ്രലോഭനങ്ങളുമായി ഇബ്ലീസ് അയൽക്കാരന്റെ വേഷത്തിലോ ബാപ്പയുടെ വേഷത്തിലോ വന്നുകൊണ്ട് പ്രലോഭിപ്പിക്കുമ്പോ ഈ മുഅ്മിനായ ചെറുപ്പക്കാരൻ വിചാരിക്കേണ്ടത് അല്ലാഹു വെറുക്കുന്ന സംഗതിയാണ്, ഇത് ഹറാമായ മുതലാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ഒരാൾ ആ മാർഗത്തിൽ തഖ്വ പാലിച്ചാലോ യജ്അൽ ലഹു മഖറജാ, അവന്റെ പ്രയാസങ്ങളിൽ നിന്ന് അല്ലാഹു അവന് മോചനം നൽകും. വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബു, വിചാരിക്കാത്ത വഴിയിലൂടെ അല്ലാഹു അവന് അന്നം നൽകും. എത്ര ആൾക്കാർ അനുഭവസ്ഥന്മാരുണ്ട് അറിയങ്ങൾ, എത്ര ആളുകൾ സുഹൃത്തുക്കളെ നമ്മുടെ ചുറ്റുഭാഗത്ത് ലക്ഷക്കണക്കിന് സ്ത്രീധനം വാങ്ങിയോൻ ഇന്നും എരപ്പാളിയായി നടക്കുന്നുണ്ട്. അവനൊന്നും കടത്തില്ല, അവന്റെ കടം തീരാറില്ല. എപ്പോ കണ്ടുമുട്ടിയാലും പ്രയാസങ്ങളാണ്, കടമാണ്, ദാരിദ്ര്യമാണ്. ലക്ഷങ്ങൾ വാങ്ങിയവനാണ്. അതേ അവസരത്തിൽ ഒന്നും വാങ്ങാതെ കല്യാണം കഴിച്ചവരോ നല്ല ബർക്കത്തുള്ള ജീവിതം ജീവിക്കുന്നു. കടമല്ല, ബാധ്യതയില്ല, പ്രയാസങ്ങളുമില്ല. എന്തേത്? ഇത് അള്ളാഹുവിന്റെ തീരുമാനമാണ്. ഈമാൻ വേണം ഏതൊരു കാര്യത്തിലും. ഒരു ഹറാം എന്നാണ് മാറി നിൽക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് താൽക്കാലികമായി കിട്ടുന്ന ഒരു ഹറാമ് അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് നിങ്ങൾ മാറ്റിവെച്ചു നോക്കൂ, പടച്ചവൻ അതിൽ അപ്പുറം ഇരട്ടി വേറെ വഴിയിലൂടെ തരും. ഏതാ വഴിയെന്ന് നമുക്ക് മനസ്സിലാവില്ല. അതാണ് വയർസുഖുഹു, അവൻ അള്ളാഹു നൽകുന്നതാണ്. മിൻ ഹൈസു ലാ യഹ്തസിബു, അവൻ വിചാരിക്കാത്ത റൂട്ടിലൂടെ അള്ളാഹു അങ്ങ് കൊടുക്കും. അതാണ് പടച്ചവനോട് അടുത്തിട്ടുള്ള അള്ളാഹുവിന്റെ വിഷയത്തിൽ തഖ്വ പാലിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കാത്ത റൂട്ടിലൂടെ അള്ളാഹു പ്രയാസങ്ങൾ നീക്കും. നേരെ മറിച്ച് ആ ഹറാമിന്റെ പങ്ക് പറ്റി അത് വാങ്ങിയിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ അത് അനുഭവിച്ചിട്ടില്ലെങ്കിൽ കഷ്ടപ്പെടുമെന്ന് ഓർത്തു ബേജാറായി, എന്നാലോ ഇവന്റെ കഷ്ടപ്പാടും ദുരിതവും ഇങ്ങനെ വെച്ചടി കൂടല്ലാതെ കുറയൊന്നുമില്ല. ഇതാണ് പടച്ചതമ്പുരാൻ റിസ്ക് നൽകുമ്പോൾ മാനദണ്ഡങ്ങളൊക്കെ അവനറിയാം, എത്ര കൊടുക്കണം, എങ്ങനെ കൊടുക്കണം, അത് പടച്ചതമ്പുരാന്റെ തീരുമാനമാണ്. അപ്പൊ ജീവിതത്തിൽ സുഹൃത്തുക്കളെ സൂക്ഷ്മത പാലിച്ചതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഒരു ഹറാം, ഒരു ആനുകൂല്യം അള്ളാഹ്ക്ക് വേണ്ടി ഒഴിവാക്കിയാൽ ഒന്നും നഷ്ടപ്പെടാനില്ല. മാത്രമല്ല ഏത് മേഖലയിലും സൂക്ഷ്മത പാലിച്ചാൽ അള്ളാഹ് കൂടുതൽ തരും എന്നാ പറയുന്നത്. പരിശുദ്ധ ഖുർആനിൽ തന്നെ കാണാം, ഒരു ഗ്രാമത്തിന്റെ കഥ പറയുന്നിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ സംബന്ധിച്ച് പറയുന്നു, എന്ത്? വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനൂ വത്തഖൗ ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർളി. ആ നാട്ടുകാര് വിശ്വസിക്കുകയും അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ ലഫതഹ്നാ അലൈഹിം, നാം അവർക്ക് മീതെ ചൊരിഞ്ഞു കൊടുക്കുമായിരുന്നു. ബറകാത്തിൻ മിനസ് സമാഇ വൽ അർളി, ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും അവന്റെ ബറക്കത്തുകൾ, അവന്റെ അനുഗ്രഹങ്ങൾ അവരുടെ മേൽ അല്ലാഹു തുറന്നു കൊടുക്കുമായിരുന്നു. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ ധാരാളം സ്ഥലത്ത് ഈ ആശയം സൂചിപ്പിച്ചിട്ടുണ്ട്. അതേ അവസരത്തിൽ ധിക്കാരവും തെമ്മാടിത്തവും കൂടിയാലോ ഉള്ള ആനുകൂല്യങ്ങളും റിസ്ക്കൊക്കെ പോവുകയും ചെയ്യും. അതും അല്ലാഹു തആല നമ്മുടെ മുന്നറിയിപ്പ് നൽകുന്നു. ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിൻ നാസി ലിയുദീഖഹും ബഅദല്ലദീ അമിലൂ ലഅല്ലഹും യർജിഊൻ. കരയിലും കടലിലുമൊക്കെ ആ ഫസാദ് പ്രകടമാകുന്നു. അതിന്റെ വിശദീകരണത്തിൽ കാണാം, ആ ഫസാദിൽപ്പെട്ടതാണ് അൽ ഖഹ്തു, ക്ഷാമം, വറുതി, വഖില്ലത്തുൻ നബാതി, കാർഷിക രംഗത്തെ തളർച്ച, വദഹാബുൽ ബറക്കത്തി, ഏത് മേഖലയിലുമുള്ള പുരോഗതികൾ ഇല്ലാതെയായിക്കൊണ്ടിരിക്കൽ, ഇതൊക്കെ. അതുപോലെ തന്നെ കസാദുൽ അസ്ആർ വഖില്ലത്തുൽ മആഷ്, വിലവർധന, ജീവിതത്തിന്റെ കാര്യങ്ങളിൽ പ്രയാസപ്പെടൽ, ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പലപ്പോഴും മനുഷ്യന്മാർ തന്നെ ചെയ്യുന്ന തെമ്മാടിത്തങ്ങളുടെയും ധിക്കാരങ്ങളുടെയും ഒരു മുന്നറിയിപ്പ് ഈ ദുനിയാവിൽ നിന്ന് തന്നെ ലിയുദീഖഹും, അവരെ ആസ്വദിപ്പിക്കാനാണ്. ബഅദല്ലദീ അമിലൂ, അവർ പ്രവർത്തിച്ച ചിലതിന്റെ ഒക്കെ രുചി ഇവിടെ നിന്നാണ് കൊടുക്കുകയാണ്. എന്തിനാ? ലഅല്ലഹും യർജിഊൻ, അവരൊന്നും മടങ്ങാൻ വേണ്ടി. ആഖിറത്തിൽ വേറെയും വരാൻ പോകുന്നുണ്ട്. അപ്പൊ ദുനിയാവിൽ മനുഷ്യൻ ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ തഖ്വയോടുകൂടി ജീവിച്ചാൽ ഒന്നും അവന് വരാനില്ല, നഷ്ടപ്പെടാനില്ല. അള്ളാഹു അവന് കണക്കാക്കിയതൊന്നും അവന് നഷ്ടപ്പെടില്ല. ഹറാമായ കാര്യം കിട്ടിയാലേ എന്റെ ജീവിതം നന്നാകൂന്ന് പേടിച്ചുകൊണ്ട് അതിന്റെ പിന്നാലെ പോയാൽ ജീവിതത്തിലെ ബർക്കത്തുകൾ ഓരോന്നായിട്ട് അങ്ങ് നശിച്ചു പോകും. സക്കാത്തിന്റെ കാര്യം തന്നെ നിങ്ങൾ നോക്കൂ. സക്കാത്തിന്റെ മുതൽ കൃത്യമായിട്ട് കൊടുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ആകെ
പറഞ്ഞത് 1000 ദിർഹം ഉണ്ടെങ്കിൽ 25 ദിർഹം കൊടുക്കണം എന്നാണ്, അല്ലേ? ആ 25 ദിർഹം കൊടുക്കാൻ നേരത്ത് അത് കൊടുക്കാതിരിക്കാനുള്ള ന്യായീകരണങ്ങൾ ഇബ്ലീസ് നമ്മുടെ മനസ്സിൽ തോന്നിപ്പിക്കുന്നു. അത് കൊടുക്കുന്നില്ല. എന്നിട്ടോ ആ 25 കൊടുത്തില്ല. അങ്ങനെ കൊടുക്കാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോ പിന്നെന്താ സംഭവിക്കുന്നത്? പിന്നെ ബറക്കത്തല്ല ഉണ്ടാകുന്നത്. പിന്നെന്താണ്? ഒരു 25 കൊടുക്കാതെ പോയപ്പോ 250 വേറെ വഴിക്കാണ് ചെലവാകും. ഒരു ചെറിയൊരു പനി, അപ്പൊ എന്തേ ഡോക്ടറെ കാണണം തോന്നി. എത്ര ഡോക്ടർക്ക് ഫീസാ? 100 ദിർഹം. ആ മരുന്നും ഗുളിക എല്ലാം കൂടിയോ 150, 250. ഇത് പടച്ചോൻ വിചാരിച്ചാൽ അങ്ങോട്ട് മാറ്റാമായിരുന്നു. കാരണം എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു മാർഗത്തിൽ നിന്ന് ഇവൻ മാറിപ്പോയി, ഇവൻ അതിൽ പിശുക്ക് കാണിച്ചു. അപ്പൊ അതൊന്നും നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല വരുന്നത്, നമ്മുടെ തീരുമാനം പോലെ എല്ലാ കാര്യങ്ങളും സംഭവിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹു നമ്മളോട് ആവശ്യപ്പെടുന്നു, സൂക്ഷ്മത പാലിക്കേണ്ട മേഖലകളിൽ സൂക്ഷ്മത പാലിക്കുക. ബേജാറും വെപ്രാളൊന്നും വേണ്ടടോ. റിസ്ക് അള്ളാഹുവിന്റെ ഖജാനയിൽ നിന്ന് കൊടുത്താൽ തീരാത്തത്ര അവിടെയുണ്ട്, അത് നിനക്ക് കിട്ടും. അതുകൊണ്ട് സൂക്ഷ്മത പാലിച്ചില്ലെങ്കിൽ എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോകുമോ? സൂക്ഷ്മത പാലിച്ചാൽ ഹറാമ് ചെയ്തിട്ടില്ലെങ്കിൽ എനിക്ക് കിട്ടാത്തത് വല്ലതും, കിട്ടാൻ വിചാരിച്ചത് വല്ലതും നഷ്ടപ്പെട്ടു പോകുമോ എന്നൊന്നും ഭയപ്പെടേണ്ടതില്ല. റിസ്ക് നൽകാൻ അള്ളാഹു അവൻ എല്ലാവർക്കും ധാരാളമായി റിസ്ക് നൽകുന്ന റസ്സാഖാണ്. അതാണ് ധാരാളം റിസ്ക് നൽകുന്നവൻ. അത് നൽകുന്ന ഏറ്റവും വലിയ റിസ്ക് ദുനിയാവിലത്തെ റിസ്ക് അല്ല, ആഖിറത്തിലാണ് ഒരു വിശ്വാസിക്ക് കിട്ടപ്പെടുന്ന ഏറ്റവും വലിയ റിസ്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വല്ലദീന ഹാജറു ഫീ സബീലില്ലാഹി സുമ്മ ഖുതിലൂ വ മാതു ലയർസുഖന്നഹുമുല്ലാഹു റിസ്ഖൻ ഹസനാ വ ഇന്നല്ലാഹ ലഹുവ ഖൈറുർ റാസിഖീൻ. അല്ലാഹുവിന്റെ മാർഗത്തിൽ ഹിജ്റ പോവുകയും അതുപോലെ തന്നെ കൊല്ലപ്പെടുകയും പടച്ചതമ്പുരാന്റെ മാർഗത്തിൽ മരണം വരിക്കുകയും ചെയ്യുന്ന ആളുകൾ, അവർക്ക് അല്ലാഹു ഏറ്റവും നല്ല റിസ്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്നു. അവരുടെ കാര്യത്തിൽ മാത്രമല്ല, മൊത്തത്തിലും അല്ലാഹു പറഞ്ഞു, വമയ്യുമിൻ ബില്ലാഹി വയഅമൽ സാലിഹൻ. ആരെങ്കിലും അല്ലാഹുവിൽ അടിയുറച്ച് വിശ്വസിക്കുകയും നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നുവോ, യുദ്ഖിൽഹു ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു. അടിഭാഗത്തുകൂടെ അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വർഗ്ഗത്തിൽ അവനെ പ്രവേശിപ്പിക്കുന്നതാണ്. ഖാലിദീന ഫീഹാ അബദാ. അവരതിൽ നിത്യവാസികളാകുന്ന നിലക്ക് ഖദ് അഹ്സനല്ലാഹു ലഹു റിസ്ഖാ. അവിടെയുള്ള റിസ്ക് ഏറ്റവും മുന്തിയ റിസ്ക്കാണ് അവൻ അല്ലാഹു നൽകുന്നത്. ഖദ് അഹ്സനല്ലാഹു ലഹു റിസ്ഖാ. അപ്പൊ എല്ലാ അവസരങ്ങളിലും ദുനിയാവിലും ആഖിറത്തിലും റിസ്ക് നൽകുന്ന അല്ലാഹു, ആ അല്ലാഹുവിനെ കുറിച്ച് വിശ്വാസി അവിടെ വെച്ച് അവന് ധാരാളമായി മുറിയാത്ത നിലയ്ക്ക് റിസ്ക് അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുമ്പോ തന്നെ അല്ലാഹു അവരോട് സന്തോഷിപ്പിക്കാൻ വേണ്ടി അവരോട് പറയുമെന്ന്, ഇന്ന ഹാദാ ലറിസ്ഖുനാ മാ ലഹു മിൻ നഫാദ്. ഇതാ നിങ്ങൾക്ക് നാം ഒരുക്കി വെച്ചിട്ടുള്ള റിസ്ഖാണ് ഈ നൽകിക്കൊണ്ടിരിക്കുന്നത്. മാ ലഹു മിൻ നഫാദിൻ. അതിനൊരിക്കലും തീർന്നു പോവുക എന്ന സ്വഭാവമില്ല, മുറിയാതെ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ ദുനിയാവിൽ വെച്ച് എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ തന്നെ അത് ആഖിറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമായ നിലക്ക് നൽകും. അങ്ങനെ എല്ലാ നിലക്കും നൽകുന്ന റാസിഖും റസ്സാഖുമായ അല്ലാഹു ആ റിസ്കിന്റെ വിഷയത്തിൽ പിന്നെ കാഫിറായി പോകുന്ന ഒരവസ്ഥയിലേക്ക് പോകാതെ, മുനാഫിഖായി പോകുന്ന ഒരവസ്ഥയിലേക്ക് പോകാതെ, റിസ്കിന്റെ വർധനവിന് വേണ്ടി കളവ് പറയുന്ന അവസ്ഥയിലേക്ക് മാറാതെ, റിസ്ക് ലഭിക്കാൻ വേണ്ടി തെമ്മാടിത്തത്തിന് കൂട്ടുനിൽക്കുന്ന അവസ്ഥയിലേക്ക് പോകാതെ, റിസ്ക് നൽകുന്ന റിസ്കിന്റെ പുരോഗതിക്ക് വേണ്ടി കളവ് പറയുന്ന അവസ്ഥയിലേക്കും അതുപോലെ തന്നെ വെട്ടിപ്പിന്റെയും തട്ടിപ്പിന്റെയും ഒരുപാട് രൂപത്തിലുള്ള ഹറാമുകളും ചെയ്യുന്ന അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിച്ചാൽ ഈ ലോകത്തവൻ നമുക്ക് റിസ്ക് തരും. അതിലെല്ലാം ഉപരി പരലോകത്ത് തീർന്നു പോകാത്ത നിലക്ക് ഖാലിദീന ഫീഹാ അബദാ, നിത്യവാസികളായിരിക്കും അവർ സ്വർഗത്തിൽ. ആ റിസ്ക്കാണ് അവർക്ക് അവിടെ വെച്ച് ലഭിക്കാൻ പോകുന്നത് എന്ന് അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നു. അപ്പൊ സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ നാമം റസ്സാഖ്, റാസിഖ് എന്നൊക്കെ നമ്മൾ വിശ്വസിച്ചുകൊണ്ട് അങ്ങനെ അള്ളാഹുവിനെ മനസ്സിലാക്കുമ്പോൾ ഇന്ന് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ നമ്മളൊക്കെ ടെൻഷൻ അടിക്കുന്ന വിഷയം ഏതാണെങ്കിൽ ആ വിഷയത്തിൽ ടെൻഷൻ വേണ്ട എന്ന നിലക്കുള്ള കൃത്യമായ ഒരു ബോധവൽക്കരണം അള്ളാഹുവിന്റെ ഈ നാമം, ആ നാമത്തിൽ അടങ്ങിയ ആശയങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ധാരാളമായി ഇട്ടുതരികയാണ്. ആ ഒരവസ്ഥയിൽ നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കാണുക. അതാണ് അള്ളാഹുവിന്റെ റസൂല് നമുക്ക് ധാരാളം വചനങ്ങളിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നത്. ഇനി അതേപോലെ തന്നെ സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാമമാണ് അൽ ഫത്താഹ്.
ഫത്താഹ് എന്നത് അള്ളാഹുവിന്റെ ഒരു നാമം. അതുകൊണ്ടാണ് നമ്മൾ പേരിടുമ്പോൾ അബ്ദുൽ ഫത്താഹ്. എന്താണ് ഫത്താഹ്? പരിശുദ്ധ ഖുർആനിൽ ഒരൊറ്റ സ്ഥലത്താണ് അൽ ഫത്താഹ് എന്ന നാമം വന്നത്. അത് സൂറത്ത് സബയിലെ 26-ാമത്തെ ആയത്തിൽ കാണാം. ഖുൽ യജ്മഉ ബൈനനാ റബ്ബുനാ സുമ്മ യഫ്തഹു ബൈനനാ ബിൽ ഹഖ് വഹുവൽ ഫത്താഹുൽ അലീം. ആ ഒരൊറ്റ സ്ഥലത്താണ് ഫത്താഹ് എന്ന നാമം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞത്. എന്താ ഇത് ആശയം ചുരുങ്ങിയ മട്ടത്തിൽ ഞാൻ പറയാം. ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് യാ ഫത്താഹ് എന്ന് വിളിച്ചുകൊണ്ട് ദുആ ചെയ്യുമ്പോൾ, പടച്ചവനെ നീ ഞങ്ങൾക്കിടയിൽ വിജയം തരണേ, വിജയം നൽകുന്നവൻ, തുറസ് നൽകുന്നവൻ, കുടുങ്ങിക്കിടക്കുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ ഒരു തുറന്നു തരുന്നവൻ ഫത്താഹ്. ഞാൻ ആകെ വിഷമത്തിലാണ് റബ്ബേ, കുടുങ്ങിക്കിടക്കുകയാണ് റബ്ബേ, പല കവാടങ്ങളും എന്റെ മുമ്പിൽ അടഞ്ഞു കിടക്കുകയാണ് റബ്ബേ, ഒന്ന് തുറക്ക്. നീ ഫത്താഹാണല്ലോ, നീ ഫത്താഹാണ്. നമ്മൾ നമസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് എന്താ പറയുന്നത്? അല്ലാഹുമ്മ ഫ്തഹ് ലീ അബ്വാബ റഹ്മതിക. അല്ലാഹുവേ, നിന്റെ റഹ്മത്തിന്റെ കവാടങ്ങൾ എന്റെ മുമ്പിൽ നീ തുറന്നു തരണമേ. കാരണം അവൻ ഫത്താഹാണ്, തുറന്നു തരുന്നവനാണ്, എല്ലാം തുറന്നു തരുന്നവനാണ് ധാരാളമായി. അതേപോലെ തന്നെ അതിന്റെ മറ്റൊരാശയമാണ് കാര്യങ്ങളിൽ തീർപ്പ് കൽപ്പിക്കുന്നവൻ. കാര്യങ്ങളിൽ തീർപ്പ് കൽപ്പിക്കുന്നവൻ, ഒരു പ്രശ്നത്തിൽ തീർപ്പ് കൽപ്പിക്കുന്നവൻ നീയാണല്ലോ എന്ന നിലക്കും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആ നാമം അറിയപ്പെടുന്നു. അപ്പൊ ഫത്താഹ് എന്ന് പറഞ്ഞാൽ തുറസ്സും വിജയവും നൽകുന്നവൻ, അല്ലെങ്കിൽ പ്രശ്നങ്ങളിൽ നന്നായി നല്ല നിലക്ക് നീതിയോടുകൂടി തീരുമാനമെടുക്കുന്ന, തീർപ്പ് കൽപ്പിക്കുന്ന മഹാൻ എന്ന ആശയവും അൽ ഫത്താഹ് എന്ന നാമത്തിനുണ്ട് എന്ന് വിശുദ്ധ ഖുർആനിലെ ഈ പദത്തെ തന്നെ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, അള്ളാഹുവിനെ കുറിച്ച് നമുക്ക് ഈ പേരിലൂടെ അള്ളാഹുവിനെ കുറിച്ചൊരു വലിയ പ്രതീക്ഷയാണ് ഉണ്ടാകുന്നത്. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അള്ളാഹുവിന്റെ പ്രവാചകന്മാർ പടച്ചതമ്പുരാനോട് ഏത് കുടുങ്ങിയ ഘട്ടത്തിലും ആ കുടുക്കിൽ നിന്ന് ഇങ്ങോട്ട് തുറച്ചു തരണം എന്ന് അള്ളാഹുവിനോട് തേടിയപ്പോൾ അള്ളാഹുവിനോട് അവർ തേടുന്ന രൂപം നോക്കൂ നിങ്ങൾ. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അദ്ദേഹത്തിന്റെ ജനങ്ങൾ ഇസ്ലാമികമായ പ്രബോധന മാർഗത്തിൽ ഏറെ പീഡിപ്പിക്കുകയും പ്രയാസപ്പെടുത്തുകയും ചെയ്ത് കഷ്ടപ്പെടുത്തിയപ്പോ നൂഹ് നബി അള്ളാഹനെ വിളിക്കുന്നത് നോക്കൂ. പടച്ചവനോട് പറയുന്നത് എന്താ? ഖാല, നൂഹ് അലൈഹിസ്സലാം പ്രാർത്ഥിച്ചു, റബ്ബി ഇന്ന ഖൗമീ കസ്സബൂൻ. എന്റെ റബ്ബേ, എന്റെ ജനങ്ങൾ ഇതാ എന്നെ കളവാക്കിയിരിക്കുന്നു. ഞാൻ പറഞ്ഞതൊന്നും അവർ അംഗീകരിക്കുന്നില്ല. അവർ ധിക്കാരവും തെമ്മാടിത്തവും വർദ്ധിച്ചുകൊണ്ട് ജീവിക്കുകയാണ്. അതുകൊണ്ട് ഇതാ എന്താ അദ്ദേഹത്തിന് അള്ളാഹിനോട് ചോദിക്കാനുള്ളത്? ഫഫ്തഹ് ബൈനീ വബൈനഹും ഫത്ഹാ വനജ്ജിനീ വമൻ മഇയ മിനൽ മുഅ്മിനീൻ. റബ്ബി, എന്റെ റബ്ബേ, എന്റെ ജനങ്ങൾ ഇതാ എന്നെ കളവാക്കിയിരിക്കുന്നു. അതുകൊണ്ട് ഫഫ്തഹ് ബൈനീ വബൈനഹും ഫത്ഹാ, എനിക്കും അവർക്കുമിടയിൽ നീ നല്ല നിലക്ക് തീരുമാനം കൽപ്പിക്കണം. വേഗം തീരുമാനം എടുക്കണം പടച്ചോനെ, ഇനി വരെ നീട്ടിട്ടിട്ട് കാര്യമില്ല. വനജ്ജിനി വമൻ മഅയ മിനൽ മുഅ്മിനീന, എന്നെയും എന്നെ പിൻപറ്റിയ വിശ്വാസികളെയും നീ രക്ഷപ്പെടുത്തണേ. ഇതേപോലെ ശുഐബ് അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന കാണാം. റബ്ബന ഫ്തഹ് ബൈനനാ വബൈന ഖൗമിനാ ബിൽ ഹഖ് വഅൻത ഖൈറുൽ ഫാത്തിഹീൻ. റബ്ബേ, ഞങ്ങളുടെയും ഞങ്ങളുടെ ഈ ധിക്കാരികളായ ജനങ്ങൾക്കുമിടയിൽ നീ ഒരു തീരുമാനം കൽപ്പിക്കണം. വഅൻത ഖൈറുൽ ഫാത്തിഹീന, നല്ല നിലക്ക് തീരുമാനം കൽപ്പിക്കുന്നവരിൽ ഉത്തമനാണല്ലോ റബ്ബേ നീ. അല്ലാഹു ഇവർക്കൊക്കെ ഉത്തരം കൊടുത്തു. പടച്ചതമ്പുരാനോട് ആ വിഷയം പറ, അതിന് അവനെ കഴിയൂ എന്ന നിലക്ക് മനസ്സറിഞ്ഞ് അള്ളാഹുവിനോട് ദുആ ചെയ്തപ്പോ ഈ അമ്പിയാക്കന്മാരുടെ ഒക്കെ പ്രശ്നത്തിന് അള്ളാഹു നല്ല നിലക്കങ്ങ് തീരുമാനം കൽപ്പിച്ചു, ഉത്തരം അങ്ങ് കൊടുത്തു. മഹാനായ മുഹമ്മദ് റസൂലുള്ളയെ വിളിച്ചുകൊണ്ടല്ല അല്ലാഹു പറയുന്നത്. ഏറ്റവും പ്രയാസപ്പെട്ട അവസരത്തിൽ അതാ സമാധാനിപ്പിച്ചുകൊണ്ട് റബ്ബ് പറയുന്നു. സൂറത്തുൽ ഫത്ഹ് എന്ന പേരിൽ ഒരു അധ്യായം തന്നെയുണ്ട്. അതിന്റെ 1-ാമത്തെ വചനം തന്നെയും ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീനാ. ഓ നബിയേ, ഇന്നാ ഫതഹ്നാ ലക, നിനക്ക് നാം ഇതാ വിജയം നൽകുന്നു. ഫതഹൻ മുബീന, ഏറ്റവും വമ്പിച്ച വ്യക്തമായ വിജയം. തീരുമാനങ്ങളിലൊക്കെ തീർപ്പ് കൽപ്പിക്കുകയാണ് നല്ല നിലക്ക് അല്ലാഹു. അത് അല്ലാഹുവിനോട് പറഞ്ഞിട്ടേ പ്രയോജനമുള്ളൂ. ഇനി ഈ ലോകത്ത് മാത്രമല്ല നല്ല നിലക്ക് തീരുമാനം എടുക്കുന്നത് ആഖിറത്തിലും അവൻ തന്നെയാണ്. അതാണ് സൂറത്തു സബയിലെ 26-ാമത്തെ ആയത്തിലൂടെ റബ്ബ് പഠിപ്പിച്ചത്. ഖുൽ യജ്മഉ ബൈനനാ റബ്ബുനാ സുമ്മ യഫ്തഹു ബൈനനാ ബിൽ ഹഖ് വഹുവൽ ഫത്താഹുൽ അലീം. നബിയേ പറയുക,
യജ്മഉ ബൈനനാ റബ്ബുനാ, നമ്മുടെ റബ്ബ് നമുക്കിടയിലാണ് ഒരുമിച്ച് കൂട്ടും പരലോകത്ത് മഹ്ശറിന്ന്. സുമ്മ യഫ്തഹു ബൈനനാ ബിൽ ഹഖി, യഥാർത്ഥമായ നിലക്ക് അവൻ ശരിക്കങ്ങട്ട് അവിടെ തീരുമാനം കൽപ്പിക്കും. അവൻ നല്ല നിലക്ക് തീരുമാനം കൽപ്പിക്കുന്ന, തുറച്ചു നൽകുന്ന, വിജയം നൽകുന്ന ഫത്താഹാണ്. അൽ അലീം, അവനെല്ലാം അറിയുന്നവനുമാകുന്നു. പരലോകത്തെക്കുറിച്ച്, യൗമുൽ ഖിയാമത്തിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞൊരു പേരാണ് യൗമുൽ ഫത്ഹ്. യൗമുൽ ഫത്ഹ് എന്നുകൂടി പരലോകത്തെ അല്ലെങ്കിൽ അന്ത്യനാളിനെ സംബന്ധിച്ച് ഖുർആൻ പ്രയോഗിച്ചത് കാണാം. നിങ്ങൾ നോക്കൂ, സൂറത്തു സജദയുടെ അവസാന ഭാഗത്ത് കാണാം, ഖുൽ യൗമൽ ഫത്ഹി ലാ യൻഫഉൽ ലദീന കഫറൂ ഈമാനുഹും വലാ ഹും യുൻദറൂന. തീരുമാനത്തിന്റെ ദിവസം കാഫിറുകൾക്ക് അവരുടെ ഒരു വിശ്വാസവും പ്രയോജനപ്പെടുന്നതല്ല, അവരുടെ കാര്യത്തിൽ ഒരു നിലക്കും പരിഗണനയുണ്ടാകുന്നതുമല്ല. അപ്പൊ തീരുമാനിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ നല്ല നിലക്ക് തീരുമാനം കൽപ്പിക്കുന്നവൻ, കാര്യങ്ങളിൽ പ്രയാസപ്പെട്ട് അടഞ്ഞു കിടക്കുന്ന ഏത് പ്രയാസങ്ങളിൽ നിന്നും ഒരു രക്ഷ നൽകിക്കൊണ്ട് ഏത് കവാടത്തെയും അവന്റെ മുമ്പിൽ തുറന്നു കൊടുക്കാൻ മാത്രം കഴിവുറ്റവൻ, ഇതൊക്കെയാണ് ഫത്താഹ്. എന്റെ പ്രയാസങ്ങൾ നീ മാറ്റണം, കുടുക്കിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തണം, എന്റെ മുമ്പിൽ അടഞ്ഞു കിടക്കുന്ന കവാടങ്ങൾ നീ എനിക്ക് തുറന്നു തരണം, എന്റെ കാരുണ്യത്തിന്റെ കവാടങ്ങൾ എന്റെ നേരെ മലർക്കെ തുറന്നു വിടണം. ഇതൊക്കെ ചെയ്യുന്ന, അങ്ങനെ തുറക്കുന്നവനാണ് ഫത്താഹ്. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മറ്റൊരു നാമം. ഏത് നാമങ്ങളും സുഹൃത്തുക്കളെ പരിശോധിച്ചു നോക്കൂ, അള്ളാഹുവിന്റെ ഓരോ മഹത്വങ്ങളാണ് അതിലൂടെ ഉദ്ഘോഷിക്കുന്നത്. അള്ളാഹുവിനെ ഈ നാമങ്ങളിലൂടെയൊക്കെ അറിയുമ്പോൾ കൂടുതൽ കൂടുതൽ ഏത് പ്രശ്നങ്ങളിലേക്കും ആവശ്യമായ പരിഹാരങ്ങൾ അടങ്ങുന്ന പേരുകളാണ് അള്ളാഹുവിനുള്ളത്. ആ ഒരു പ്രതീക്ഷയാണ് നമ്മുടെ മനസ്സിൽ എപ്പോഴും നിലനിൽക്കേണ്ടത്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സംബന്ധിച്ച് പറഞ്ഞ ഈ ആശയമാണ്, വകദാലികൽ ഫത്താഹു മിൻ അസ്മാഇഹി വൽ ഫത്ഹു ഫീ ഔസാഫിഹി അംറാനി ഫത്ഹുൻ ബിഹുക്മിൻ വഹുവ ശർഉ ഇലാഹിനാ വൽ ഫത്ഹു ബിൽ അഖ്ദാരി ഫത്ഹുൻ സാനി വറബ്ബു ഫത്താഹുൻ ബിദൈനി കിലൈഹിമാ عدلا وإحسانا من الرحمن. അവന്റെ നാമങ്ങളിൽപ്പെട്ട അൽ ഫത്താഹ് എന്ന നാമത്തിലൂടെ വിശ്വാസി മനസ്സിലാക്കണം, എന്റെ ഏത് പ്രയാസങ്ങളിലും പ്രതിസന്ധി ഘട്ടത്തിലും എനിക്ക് എല്ലാ പ്രയാസങ്ങളും നീക്കിത്തന്നുകൊണ്ട് അവന്റെ കാരുണ്യത്തിന്റെ കവാടങ്ങൾ എനിക്ക് തുറന്നു തരാൻ മാത്രം എന്റെ റബ്ബ് കേൾപ്പിച്ചവനാണ്. അപ്പോ ഒരു പ്രതിസന്ധിയിൽ അകപ്പെടുമ്പോൾ ഒരു വിശ്വാസിയുടെ മനസ്സിൽ തോന്നുകയാണ്, എന്റെ റബ്ബ് ഫത്താഹാണ്. എന്താ, ഏത് പ്രതിസന്ധി ഘട്ടത്തിലും എനിക്ക് എന്റെ മുമ്പിൽ അടഞ്ഞു കിടക്കുന്ന കവാടങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് തുറന്ന് എനിക്ക് നിഅമത്ത് തരാൻ അവനെ കൊണ്ട് കഴിയും. ആണ് അവനോട് ചോദിക്കുക, അവനോട് പറയാ, എന്റെ സങ്കടം അവനെ വിളിച്ചു പറയാ, യാ ഫത്താഹ് ഇഫ്തഹ്, എനിക്ക് തുറന്നു തരണം, അവനോട് പറയാ. അപ്പൊ അത് മനസ്സിനൊരു സമാധാനമായി. ഇങ്ങനെയാണ് സുഹൃത്തുക്കളെ അള്ളാഹുവിന്റെ ഏത് നാമങ്ങളിലൂടെയും നമ്മുടെ മനസ്സിന് സ്വസ്ഥതയും സമാധാനവും ഉണ്ടായിത്തീരുന്നത്. അപ്പൊ ഇതുപോലെ തന്നെ ഇനി ബാക്കിയുള്ള മറ്റു നാമങ്ങളും ഇൻഷാ അല്ലാഹ് നമുക്ക് വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ നാമങ്ങളെ ശരിക്ക് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നതിലൂടെ പടച്ചതമ്പുരാന്റെ നിയമങ്ങളെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കുന്ന നല്ലവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. ശാരീരികവും മാനസികവുമായ പ്രയാസങ്ങളിൽ നിന്ന് അല്ലാഹു മോചനം നൽകുമാറാകട്ടെ. എല്ലാവിധ ബുദ്ധിമുട്ടുകളിൽ നിന്നും പടച്ചതമ്പുരാൻ മോചനം നൽകുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ ഇന്നക അൻതൽ ഗഫൂറുർ റഹീം തവഫനാ മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ. സുബ്ഹാനക اللهم ربنا وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. وصلى الله على خير خلقه نبينا محمد صلى الله عليه وآله وصحبه أجمعين والحمد لله رب العالمين.